നമസ്കാരം. ആശുപത്രി കിടക്കയിൽ നിന്നും ലൈവിൽ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഉമാ തോമസ് MLA. ദി സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ എന്ന പരിപാടിയിലാണ് ഉമാ തോമസ് പങ്കെടുത്തത്. താൻ ശരീരം കൊണ്ട് അവിടെ അല്ലെങ്കിലും മനസ്സുകൊണ്ട് ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ പരിപാടിയുടെ ഭാഗമാണെന്നും MLA പറഞ്ഞു. കിൻഫ്ര ഇന്റർനാഷണൽ എക്സിബിഷൻ സെന്ററിൽ 7 ദിവസമായി നടക്കാൻ പോകുന്ന ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഫ്യൂച്ചർ സമ്മിറ്റ് എന്ന ഉച്ചകോടി ചടങ്ങിൽ ഇതിന്റെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്ന ഏറ്റവും ബഹുമാന്യനായ ടൂറിസം നിയമവകുപ്പ് മന്ത്രി പ്രിയപ്പെട്ട ശ്രീ പി രാജീവ് അങ്കൽ, ഏറ്റവും പ്രിയപ്പെട്ട MP ശ്രീ ഹൈബീഡൻ, ഏറ്റവും പ്രിയപ്പെട്ട ഡീൻ യൂണിവേഴ്സിറ്റിയുടെ ഡയറക്ടർ ശ്രീ ടോം ജോസഫ്, മറ്റ് ചടങ്ങിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ട ടീച്ചേഴ്സ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്, സ്റ്റുഡൻസ്, മറ്റ് പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെ സന്തോഷത്തോടെയാണ് ടോം വിളിച്ചു കഴിഞ്ഞപ്പോൾ ഈ പരിപാടിയിൽ ഞാൻ സൂം മീറ്റിങ്ങിൽ കയറി എൻ്റെ ആശംസ അറിയിക്കാം എന്ന് പറയുകയുണ്ടായത്. എല്ലാവർക്കും അറിയാമായിരിക്കും, വലിയൊരു അപകടത്തിൽപ്പെട്ട് ഞാൻ സാധാരണ നിലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മാസം അടുത്തായി, 28 ദിവസമായി ഇന്നേക്ക് ഞാൻ ആശുപത്രി ജീവിതത്തിൽ തുടരുന്നു. ഈശ്വര ഭാഗ്യം കൊണ്ട് എന്തായാലും എനിക്ക് വലിയ പരിക്കുകൾ കൂടാതെ രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളത് എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ ഈ അപകടത്തിൽ എന്നെ ചേർത്ത് പിടിച്ച് ഭരണകർത്താക്കളും അതോടൊപ്പം എൻ്റെ പാർട്ടിയും എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ തൃക്കാക്കര മണ്ഡലത്തിലെ എല്ലാ ജനങ്ങളും എനിക്കൊപ്പം പ്രാർത്ഥനയോടെ കൂടെ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് എനിക്ക് മുന്നോട്ട് നടക്കുവാനും മുന്നോട്ട് പ്രവർത്തിക്കുവാനും ഒരു ധൈര്യം തരുന്നത് എന്ന് ഞാൻ പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ഏറ്റവും നന്നായി പഠനകാലത്ത് തന്നെ കുട്ടികളിൽ പരിശീലിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ജെയിൻ യൂണിവേഴ്സിറ്റി ഇത്തരം ഒരു സംരംഭത്തിലേക്ക് കടന്നിരിക്കുന്നത്. കൊച്ചിയുടെ സാധ്യതകൾ ലോകം അറിയാനായിട്ട് ഈ സാങ്കേതിക വിദ്യയോടൊപ്പം തന്നെ കൃഷി, ഭൂമി, പരിസ്ഥിതി, സർഗാത്മകത എന്നിൽ കൂടി വിരലൂന്നിക്കൊണ്ടാണ് ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനം എന്നുള്ളത് എനിക്ക് കൂടുതൽ സന്തോഷം നൽകുന്നു. പ്രത്യേകിച്ച് പരിസ്ഥിതി പ്രവർത്തനത്തിൽ ഏറ്റവും മുന്നിൽ നിന്നിരുന്ന എൻ്റെ പ്രിയ ഭർത്താവ് PT തോമസിനെ ഈ സമയത്ത് ഞാൻ പ്രത്യേകം ഓർക്കുകയാണ്. നമ്മളുടെ വളർന്നു വരുന്ന കുട്ടികൾക്ക് പരിസ്ഥിതിയെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകാനും അതുപോലെ തന്നെ പ്രവർത്തിക്കാനും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ ശരീരം കൊണ്ട് അവിടെ ഇല്ലാന്ന് ഉള്ളൂ ചടങ്ങില്, പക്ഷേ എൻ്റെ മനസ്സ് മുഴുവൻ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഈ സംരംഭത്തിന് എല്ലാ ആശംസകളും എല്ലാ നന്മകളും ഉണ്ടാവണം, ഈ എല്ലാ ഐശ്വര്യവും ഉണ്ടാവണം എന്ന് തന്നെയാണ്. അതുകൊണ്ട് എന്നെ ശ്രവിച്ചവരെ ക്ഷണിച്ചവരെ എല്ലാവർക്കും ഞാൻ നന്ദി അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങിനെ എന്നെ പ്രത്യേകം ഓർത്തതിന് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.